നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശടാ, ഇതാകെ പ്രശ്നമാവുന്ന ലക്ഷണമാണല്ലോ. വെറും പ്രശ്നമല്ല, നമ്മുടെ പദ്ധതികളെ ഒന്നാകെ തകിടം മറിക്കുന്ന ഭൂലോക കുഴപ്പമാണെന്നേ ഞാൻ പറയൂ. പക്ഷേ വാസുദേവന്റെ പഴയ ചങ്ങാതിമാരും ഇപ്പൊ ഇങ്ങോട്ട് വരാറില്ല. അതും മനഃപൂർവം. അന്ന് മരണം കഴിഞ്ഞുള്ള കർമ്മങ്ങൾ നടക്കുമ്പോ അവരിൽ പലരെയും ഞാൻ ഈ മുറ്റത്ത് ശ്രദ്ധിച്ചതാ. പ്രത്യേകിച്ചും ആ വക്കീൽ പത്മനാഭനും ഈ ചന്ദ്രമോഹനും. രണ്ടുപേർക്കും ആ മരണത്തിൽ സംശയമുണ്ടെന്ന് വ്യക്തം. നിന്നെയും എന്നെ ഓർത്തും മിണ്ടാത്തതാ. അങ്ങനെയാണെങ്കിൽ സുഭദ്ര ആപത്തുകളിൽ ഒരാളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുകയാണെന്നർത്ഥം. തീർച്ചയായും സുഭദ്രയെ നേരിട്ട് തടയാൻ നമുക്കാവില്ല. തടയാൻ കഴിയുന്നത് ആ ചന്ദ്രമോഹനെയാ. മനസ്സിലായമ്മേ. ആ ഉത്തരവാദിത്വം എനിക്ക് വിട്ടു തന്നോളൂ. എന്ത്, എവിടെ, എപ്പോ, എങ്ങനെ വേണമെന്ന് ഈ മേഘനാഥൻ തീരുമാനിക്കും. അമ്മയ്ക്ക് പോവാം. രാത്രി ഭക്ഷണമായിട്ടൊന്നും വേണ്ട എനിക്ക്. കുടിക്കാൻ എന്തെങ്കിലും തയ്യാറാക്കിയാ മതി. ശരി. അമ്മ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ആ, അന്വേഷിച്ചു. നിന്നോടൊരു നല്ല കാര്യം പറയാനാ. ഞാനും അദ്ദേഹവും ചന്ദ്രമോഹൻ അമ്മാവന്റെ വീട്ടിലേക്ക് പോവാ, ചില കാര്യങ്ങൾ ഉറപ്പിക്കാൻ. എന്ത് കാര്യങ്ങള്? നിന്റെയും കൃഷ്ണന്റെയും വിവാഹകാര്യം തന്നെ. എന്താ, നമുക്കിത് നടത്തണ്ടേ? ഇപ്പോഴോ? ഇപ്പോഴല്ല, പിന്നീട്. ഹോ, അവളുടെ ഒരു അത്യാർത്ഥി കണ്ടില്ലേ? ഇപ്പോഴോന്ന്. എന്നാ പിന്നെ ഞാൻ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിളിച്ച് വിളംബരം ചെയ്തു കളയാം. ഇന്ന് ത്രിസന്ധ്യക്ക് തന്നെ രാധാകൃഷ്ണ വിവാഹം എന്ന്. പോ അമ്മേ, കളിയാക്കാതെ. പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ അറിയാതെ ചോദിച്ചതാ. എന്നാൽ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കോ, കൃഷ്ണന്റെ രാധയുടെയും വിവാഹം നമ്മുടെ അച്ഛൻ മനസ്സിൽ ഉറപ്പിച്ചതാ. ഞാനത് നേരിട്ട് നടത്തും, സമയമാവുമ്പോ. ഇത് എന്റെ വാക്കാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.